സമരത്തിന്റെ വിജയം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്താണ്? ഒരു ഓൺലൈൻ കൂട്ടായ്മ, അതും വെറും ഒരു ഓൺലൈൻ കൂട്ടായ്മയായിട്ട് അമേരിക്കയിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് വന്ന ഒരു യുവാവിന്റെ നേതൃത്വത്തിൽ, അതും വലിയൊരു ശാസ്ത്രജ്ഞൻ വന്ന് നിരാഹാരം കടന്നുകൊണ്ട് അതിനുശേഷം എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എല്ലാതരം ഗ്യാങ്ങുകളും കൂടി അവിടെ ഒരു സമ്മർദ്ദത്തിലാക്കിയുള്ള സമരമാക്കി വളരെയധികം അടികളും പൊടികളും വെടികളും ഒക്കെ നേരിട്ടുകൊണ്ട് ഇന്നൊരു വിജയം നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവരോട് അപേക്ഷിക്കാനുള്ളത് ഈ ഒരു മോഡൽ എല്ലാവരുടെയും, കാരണം ഇവിടുത്തെ പ്രതിപക്ഷത്തെ കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘങ്ങളെ കൊണ്ടോ നടത്താൻ പറ്റാത്ത കാര്യങ്ങളാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരുപാട് പേപ്പർ ലീക്കുകൾ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, പഞ്ചാബിൽ എല്ലാവിടെയും പേപ്പർ ലീക്ക് ഉണ്ട്, തൊഴിലില്ലായ്മ ഉണ്ട്, PSC റാങ്ക് ലിസ്റ്റുകളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. അതേപോലെ തന്നെ റാങ്ക് ലിസ്റ്റുകൾ പരിഗണിക്കപ്പെട്ടാൽ മുട്ടിൽ കഴിയുന്ന ആളുകളുണ്ട്, നിരാകരിക്കുന്ന ആളുണ്ട്, മണ്ണ് വാരി തിന്നുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് എല്ലാ സ്റ്റേറ്റിലും വന്നിട്ട് സംസ്ഥാന വ്യാപകമായി രാജ്യവ്യാപകമായി നിങ്ങൾ നടത്തണം എന്നുള്ളൊരു അപേക്ഷ എനിക്ക് തരാനുള്ളത്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ കൊണ്ടോ പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകളെ കൊണ്ടോ നടക്കാൻ പറ്റാത്തൊരു കാര്യം നിങ്ങൾ നടത്തി കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആഗോള തലത്തിലുള്ള പ്രഷറും കാര്യങ്ങളും അതിനുള്ളൊരു സന്നാഹവും സ്വിഗ്ഗി സൊമാറ്റോ തൊട്ട് ആളുകൾ ഭക്ഷണം വരെ കൊണ്ടെത്തിക്കുകയാണ്. അവിടെ ചായ തൊട്ട് എല്ലാവിധ കച്ചവടങ്ങളും കാര്യങ്ങളും നടത്തി എല്ലാവിധ സുഖജനങ്ങളും കൂടി സമരം ചെയ്യാൻ പറ്റുന്ന ഈ ഒരു മോഡൽ അവസാനം ഒരു 4-5 ദിവസത്തിൽ അത് അക്രമാസക്തമാവും എന്നുള്ളൊരു തോന്നൽ, ആ ഒരു സമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന വിജയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും നമുക്ക് വിജയകരമായിട്ടുള്ള പല പ്രശ്നങ്ങളും, സങ്കീർണമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെയും അതേപോലെ തന്നെ തൊഴിലില്ലാത്ത എത്രയോ അധികം ചെറുപ്പക്കാരികളെ നിങ്ങൾ ഒത്തുകൂടാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ലക്ഷ്യബോധത്തോടെ പണിയെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അപ്പോൾ ഈ പോരാട്ടം മുടങ്ങുകൊണ്ട് നിർത്തരുത്. രാജ്യവ്യാപകമായിട്ട് ഒരുപാട് സംസ്ഥാനങ്ങളായിട്ട് നിങ്ങൾ വെറും ഈ മാധ്യമങ്ങളെ പോലെ റഡാർ വെച്ച് പണിയെടുക്കാണ്ട് രാജ്യത്ത് മൊത്തമായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അജണ്ട ഇല്ല എന്ന് കാണിപ്പിക്കാനെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.